Hi friends, once again, welcome all to our English classroom. Did you complete previous day activities? എന്തൊക്കെയായിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്? യെസ്, എല്ലാവരും ചെയ്തു അല്ലേ? വെരി ഗുഡ്. Did you make a puppy using A4 paper? യെസ്, all you done. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ പപ്പിയുടെ ഫിംഗർ പപ്പറ്റ് ഉണ്ടാക്കുക എന്ന് നാം പഠിച്ചിരുന്നു അല്ലേ? കുഡ് യു മേക്ക് എ പപ്പി പപ്പറ്റ് ഈസിലി ആഫ്റ്റർ സീയിങ് ദാറ്റ് പപ്പി മേക്കിംഗ് വീഡിയോ? വീട്ടിലുള്ള മറ്റാരെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഇത്തരത്തിൽ ഉണ്ടാക്കിയിരുന്നോ? അതേപോലെ തന്നെ ഡിഡ് യു സിംഗ് ദ സോങ് ഓഫ് മൈ പപ്പി? ദ സോങ് ഓഫ് എ പപ്പി ആൻഡ് എ ഗേൾ. മൈ പപ്പി ഹാസ് എ ഡോഗ് ഹൗസ്. വീട്ടുകാരുമൊത്ത് ചൊല്ലിയോ? ഡിഡ് യു സെൻഡ് ദ ഓഡിയോ ടു യുവർ ക്ലാസ് ടീച്ചർ? യെസ്, യു ഡിഡ് ഇറ്റ്. വെൽ ഡൺ. അതേപോലെ ഒരുപാട് കൂട്ടുകാർ ധാരാളം റൈമിംഗ് വേർഡ്സ് ഇത്തരത്തിൽ കണ്ടെത്തി മൈ ഇംഗ്ലീഷ് നോട്ട് ബുക്കിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുമല്ലോ. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ? ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിഷ ടീച്ചർ ബ്രൂണോ, സച്ചിൻ എന്നിവരുടെ മനോഹരമായ ഒരു കട്ടൗട്ട് കാണിച്ചു തന്നില്ലേ? ഇത്തരത്തിൽ കൂട്ടുകാർക്ക് പറ്റുമെങ്കിൽ വീട്ടുകാരുടെ സഹായത്തോടെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. ലുക്ക് ദിസ്. Who is this? A rat? No. A bird? No. Yes, you know. A puppy. What is the name of this puppy? Can you say? Yes, Bruno. Bruno is a white puppy with black spots. Bruno is Sachin's friend. Where are Bruno and Sachin, and what are they doing? Yes, they are playing near their house. Do you have a pet? A kitten, a duckling, or a lamb? What is the name of your pet? Do you play with your pet? Okay, look. Sachin and Bruno. What are they doing? Yes, they are playing. They are playing with a ball. നിങ്ങളും നിങ്ങളുടെ പെറ്റിൻ്റെ കൂടെ കളിക്കുമ്പോൾ എന്താണ് അവരോട് പറയാറുള്ളത്? ലുക്ക്, സച്ചിൻ ബ്രൂണോയോട് എന്തോ പറഞ്ഞിട്ടുണ്ട്. ഡു യു നോ വാട്ട് ഈസ് സച്ചിൻ സെയിങ് ടു ബ്രൂണോ? എന്താവും? യെസ്, പറഞ്ഞു നോക്കൂ. അത് തന്നെ. ബ്രൂണോ, ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. ബ്രൂണോ, ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. ഇത് കേട്ടപ്പോൾ ബ്രൂണോ എന്തായിരിക്കും ചെയ്തിരിക്കുക? യെസ്, ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ. ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ. അപ്പോൾ എന്താ സച്ചിൻ പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, എന്തായിരിക്കും? വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ബ്രൂണോക്ക് സന്തോഷമായി അല്ലേ? അത് കേട്ടപ്പോൾ ബ്രൂണോക്ക് സന്തോഷമായോ? വാട്ട് വിൽ ബ്രൂണോ ഡു ദെൻ? യെസ്, ബ്രൂണോ വാഗ്ഡ് ഹിസ് ടെയിൽ. ബ്രൂണോ wagged his tail and Sachin hugged Bruno. നിഷ ടീച്ചർ ഒരു പാട്ട് പാടി തന്നില്ലേ? ബ്രൂണോയോട് സച്ചിൻ എന്താ പറയുന്നത്? യെസ്, എന്തായിരുന്നു? ലിസൺ ദ സോങ്. Bruno go and fetch the ball, he came back with the ball. He wagged his tail, well done Bruno, yeah my friend. Sachin hugged Bruno. Bruno go and fetch the ball, he came back with the ball. He wagged his tail, well done Bruno, yeah my friend. Sachin hugged Bruno.
ഈ പാട്ട് വീട്ടുകാരുമൊത്ത് 2 വരി വീതം ഇത്തരത്തിൽ നിങ്ങൾ പാടണം കേട്ടോ. നല്ല രസമുള്ള പാട്ടല്ലേ? ഓക്കെ. സച്ചിൻ ബ്രൂണോയുമൊത്ത് എങ്ങോട്ടാണ് പോകുന്നത്? Where are they going? Yes, to the playground. അപ്പോൾ സച്ചിൻ ബ്രൂണോയോട് എന്താണ് പറയുക? യെസ്, അത് തന്നെ. ലെറ്റ് us go to the playground. ലെറ്റ് us go to the playground. ഇതേപോലെ വേറെ എവിടെയെല്ലാം അവർ പോയിരിക്കും? അപ്പോൾ എങ്ങനെയാണ് സച്ചിൻ ബ്രൂണോയോട് ചോദിക്കുക? ലുക്ക്, ദിസ് ഇസ് എ ഗാർഡൻ. ഇവിടെയാണ് പോകുന്നതെങ്കിലോ? യെസ്, ബ്രൂണോ, ലെറ്റ് us go to the garden. ഇതേപോലെ പോണ്ടിനടുത്തേക്കാണ് പോകുന്നതെങ്കിലോ? നിങ്ങൾക്കറിയാമല്ലേ? ലെറ്റ് us go to the pond. ലുക്ക് ദിസ് പിക്ചർ. ഇതെന്താണ്? യെസ്, എ പാർക്ക്. കൂട്ടുകാർ പാർക്കിൽ പോയിട്ടില്ലേ? പാർക്കിലേക്കാണ് പോകുന്നതെങ്കിലോ? യെസ്, ലെറ്റ് us go to the park. കൊറോണ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായാൽ ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരനെയും കൊണ്ട് സച്ചിൻ പോയതുപോലെ പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എവിടെയൊക്കെ പോകാനായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുക? ബീച്ച് അല്ലെങ്കിൽ സ്കൂൾ. ഓക്കെ. നാം നേരത്തെ കണ്ട പോലെ നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം ഇതുപോലെ നിങ്ങളുടെ മൈ ഇംഗ്ലീഷ് നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. കൂടുതൽ സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതണം. എന്നിട്ട് നിഷ ടീച്ചർ പാടിയതുപോലെ പാട്ടായി പാടുകയും ചെയ്യണം. ഇതേപോലെ ടെക്സ്റ്റ് ബുക്ക് പേജ് 19, ഈ പേജ് 19 ആക്ടിവിറ്റി 1 കണ്ടോ? ഈ വർക്ക്ഷീറ്റ് കൂട്ടുകാർ പൂർത്തീകരിക്കുകയും വേണം. ഇത് വളരെ എളുപ്പമായിരിക്കും അല്ലേ? ഓരോ ചിത്രവും ശ്രദ്ധിച്ചു നോക്കി മാതൃകയിൽ ഉള്ളതുപോലെ എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബ്രൂണോയുടെയും സച്ചിൻ്റെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.